ഇന്ധനം നിറച്ച വാഹനത്തിലെ യാത്രക്കാരിയെ പമ്പിൽ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കാതിരുന്ന വിഷയത്തിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ വിധി സ്വാഗതം ചെയ്ത് പൊതുസമൂഹം. കോഴിക്കോട് പയ്യോളി തെനംകാലിൽ പമ്പുടമ ഫാത്തിമ ഹന്ന കോടതി ചെലവടക്കം 1,65,000 രൂപയാണ് പിഴ ഒടുക്കേണ്ടത്. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി CL ജയകുമാരിക്കാണ് നിയമപോരാട്ടത്തിലെ വിജയം. സിക്കി അഭിലാലിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ധന പമ്പുകളിലെ ശുചിമുറികൾ ആർക്കും ഏത് സമയത്തും സൗജന്യമായി ഉപയോഗിക്കാമെന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ കോഴിക്കോട് പയ്യോളി തെനങ്കാലിൽ പമ്പിൽ നിന്നും ടീച്ചർക്ക് ഉണ്ടായത് മോശപ്പെട്ട അനുഭവമാണ്. പക്ഷേ വിട്ടുകൊടുത്തില്ല. ആദ്യം പോലീസിലും പിന്നീട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും പരാതിയുമായി എത്തി അനുകൂലമായ വിധിയെ സമ്പാദിച്ചിരിക്കുകയാണ്. എന്ത് വിധിയിൽ ഹാപ്പിയാണോ? വളരെ സന്തോഷമുണ്ട്. ഇത് എനിക്ക് മാത്രം കിട്ടിയ വിധിയല്ല. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി നേടിയ ഒരു വിധിയാണ്. ടീച്ചർ എവിടെ പോയിട്ടുള്ള യാത്രയിലായിരുന്നു? എങ്ങനെയായിരുന്നു ആ സംഭവം? ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി. അവിടെ അടച്ചിട്ടിരിക്കുകയായിരിക്കുന്നു. ഞാൻ താക്കോല് സ്റ്റാഫിനോട്, പമ്പിലെ ജീവനക്കാരോട് താക്കോല് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് വാഷ്റൂമിൻ്റെ താക്കോല് പൂട്ടി മാനേജറുടെ കൈവശമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ എമർജൻസിയിലാണ്, ഇനി രാത്രിയാണ്, ഇനി എവിടെ പോകണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ നിസ്സഹായാവസ്ഥ അവരെ ധരിപ്പിച്ചിണക്കി. അവർ മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, തരാൻ പറ്റില്ല, താക്കോലില്ലെന്നല്ലേ പറഞ്ഞത്, മാനേജറുടെ കയ്യിലാണ്. നമ്മളെ വളരെ ധിക്കാരപൂർവ്വം പറഞ്ഞു. അതിൻ്റെ ഡീലറുടെ നമ്പർ, മാനേജറുടെ നമ്പർ, ഈ നമ്പറുകളെല്ലാം വിളിച്ചു. ഒരാൾ പോലും ഫോൺ എടുത്തില്ല, പ്രതികരിച്ചില്ല. തുടർന്നാണ് നമ്മളെ പോലീസിനെ വിളിച്ചത്. പോലീസുകാർ വന്നിട്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. കേട്ടില്ല. വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു നിങ്ങൾ തുറന്നു കൊടുക്കണം, നിങ്ങളുടെ ഡീലർഷിപ്പ് വരെ പോകുന്ന കേസാണിത്, തുറന്നു കൊടുക്കണം എന്ന്. താക്കോലില്ല എന്ന് പറഞ്ഞ് നിഷേധഭാവത്തിലാണ്. അപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് നമ്മളെ വളരെ അധിക്ഷേപിച്ചു. പോലീസ് നിങ്ങൾക്ക് വന്നിപ്പോൾ നിങ്ങളെ ടോയ്ലറ്റ് തുറന്ന് നിങ്ങൾക്കിപ്പോൾ എല്ലാം ചെയ്തു തരും എന്നൊക്കെയുള്ള മറ്റും അധിക്ഷേപിക്കുകയും കൂടെ ചെയ്തപ്പോഴാണ് നമുക്കൊന്നുകൂടെ അങ്ങ് വിഷമം കൂടെ ആ സമയമായത്. തുറന്നു കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ ചവിട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു. നമ്മളത് ഉപയോഗിച്ചു. തുടർന്നാണ് അവിടുന്ന് പോലീസ് തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകണം, പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാതെ വന്നിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും പെട്രോൾ പമ്പുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഉള്ള വിധി സ്ത്രീകളുടെ ബുദ്ധിമുട്ട് പ്രയോഗിച്ചാണ്. മറ്റ് മാർഗങ്ങളില്ല. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. ഒരുപക്ഷെ ഇത് സ്ത്രീകളെല്ലാം അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ശുചിമുറി യാത്രകളിലൊക്കെ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരൊക്കെ തന്നെ അതിൻ്റെ സർക്കുലറുകൾ ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഒരു ജാഗ്രത ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ അനുവദനീയമായിട്ടുള്ള ഇടങ്ങളിൽ പോലും അത് കൊട്ടിയടയ്ക്കപ്പെടുന്നു ശുചിമുറികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കൊട്ടിയടയ്ക്കപ്പെട്ട ഘട്ടത്തിൽ അതിനെതിരെ പോരാടിയ CL ജയകുമാരി എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മൾ നിസ്സാരമായി ആ ഒരു സ്പോട്ടിൽ അത് കളഞ്ഞ് പോവുകയല്ല CL ജയകുമാരി ചെയ്തത്. എല്ലാവർക്കും മാതൃക എന്ന വണ്ണം അതിനെതിരെ പോരാടുകയും ഇപ്പോൾ ആ പമ്പുടമയ്ക്ക് പിഴ ഈടാക്കുകയും ചെയ്തിരിക്കുകയാണ്. വലിയ തുകയാണ് ഉപഭോക്തൃ കോടതിയുടെ നിന്നും വരികയും ചെയ്തിരിക്കുന്നത്. CL ജയകുമാരി, ആ പോരാട്ടം നടത്തിയ ജയകുമാരി ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. CL ജയകുമാരി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ മാതൃഭൂമി ന്യൂസിൻ്റെ വക. തീർച്ചയായും ഇപ്പോൾ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടതുപോലെയും ചിലപ്പോഴൊക്കെ നമ്മളൊന്നും ഇതിന് ചെവി കൊടുക്കാറില്ല. ഇതിൻ്റെ പുറകെ പലരും പോയി മെനക്കെടാറുമില്ല. ഇങ്ങനെ പോയി മെനക്കെട്ടുകൊണ്ട് ഇതിൻ്റെ പുറകെ തന്നെ പോകണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഈ അനുഭവം ഇനി ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് സ്ത്രീകൾ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല, പൊതുജനങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് മറ്റു മാർഗങ്ങളുണ്ടാവാം, പക്ഷേ സ്ത്രീക്ക് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം വേണം എന്ന രീതിയിലാണ് ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചത്. എന്തായാലും ഒരു സപ്പോർട്ട് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഒരു പോരാട്ടം അനിവാര്യമാണ്. അതിനൊക്കെയുള്ള മെനക്കേടുകൾ എത്ര കാലമെടുത്തു, എങ്ങനെയാണ് ഇതിൻ്റെ പുറകെ പോയത്, അതിനുള്ള സപ്പോർട്ടൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടി ടീച്ചർക്ക്? തീർച്ചയായും എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ സംഭവം അവർ ദൃക്സാക്ഷികളാണ്. ഈ സംഭവത്തിന് അവർ ദൃക്സാക്ഷികളാണ്. ഇതിൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് അവരിതിനകത്ത് ഇടപെട്ടത്. അതായത് പോലീസിനെ വിളിക്കുന്ന ഘട്ടത്തിലേക്ക്, അല്ലെ മറ്റുള്ളവരെ വിളിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോഴാണ് എൻ്റെ മകനും മറ്റും അതിനകത്ത് ഇടപെട്ടതും വിളിക്കണമെന്നും പോലീസിൻ്റെ ഒക്കെ ഇടപെടൽ വന്നപ്പോൾ അവർ കൂടി ഇടപെട്ടു. തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇതിനകത്തുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. 2024 മെയ് 8-നാണ് സംഭവം നടന്നത്. അന്ന് മുതൽ ഇന്ന് വരെ
ഉള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ സപ്പോർട്ടും എൻ്റെ സുഹൃത്തുക്കളും തരുന്നുണ്ട്, എൻ്റെ അധ്യാപകർ സഹപ്രവർത്തകരും എൻ്റെ ഫാമിലിയും എനിക്ക് തരുന്നുണ്ട്. അങ്ങനെ ഈ പലപ്പോഴായി നമുക്കറിയാം, നമ്മളൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ പുരുഷന്മാരായാലും പ്രത്യേകിച്ച് സ്ത്രീകൾ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എല്ലാവരും നേരിടുന്ന. ഒരു പക്ഷേ എല്ലാവരും, എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യുന്ന ആളുകളായാലും അല്ലാതെയുമൊക്കെ ആളുകൾ ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെ എല്ലാവരും പുറത്തേക്ക് നേരിടുന്നൊരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമുക്കറിയാം പമ്പിലൊക്കെ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അത് നൽകാനാണുള്ളത് പതിവ്. നമ്മളെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയടിക്കാൻ പോയില്ലെങ്കിൽ കൂടിയും പമ്പിൽ കയറിയില്ലെങ്കിൽ കൂടിയും തുറന്നു തരുന്ന ആളുകൾ അത് ഉപയോഗിക്കാൻ അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ നമ്മെ ചൂണ്ടിക്കാട്ടി തരാറുമുണ്ട്. ഇങ്ങനൊരു നമ്മളവിടെ ഇന്ധനം അടിച്ചിട്ട് കൂടി ഇങ്ങനൊരു പെരുമാറ്റം തോന്നിയപ്പോൾ അത്ഭുതം ഉണ്ടായോ താങ്കൾക്ക്? അപ്പോൾ നമുക്ക് അത്ഭുതമല്ല തോന്നിയത്, കാരണം നമ്മൾ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യം സാധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രാഥമികമായ ആവശ്യം, അതായിരുന്നു. അപ്പോൾ അതിനിടയിൽ അത്ഭുതമൊന്നും തോന്നിയില്ല, നമുക്ക് കാര്യം നേടുക എന്നുള്ളതായിരുന്നു. എമർജൻസി നീഡല്ലേ, അർജൻസി അല്ലേ അത്. മോശമായ പെരുമാറ്റം എന്താണ് ജയകുമാരി ഉണ്ടായത്? ആ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം എന്താണ് ഉണ്ടായത്? മോശമായ പെരുമാറ്റം ജീവനക്കാരുടെ അത് താക്കോല് ചോദിച്ചു, തന്നില്ല, മാനേജറുടെ കയ്യിലാണെന്ന് പറഞ്ഞു. അത്ര മാനേജർ ഇത് പൂട്ടി താക്കോലുമായി പോകേണ്ട ഒരാവശ്യമില്ലല്ലോ. അത്ര വിലപ്പെട്ട സാധനങ്ങളൊന്നും വെച്ചിരിക്കുന്ന ഒരു ബാത്റൂമിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ താക്കോലുമായി മാനേജർ പോയി എന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. തന്നെയല്ല, എൻ്റെ അപ്പോഴത്തെ ആരോഗ്യപര 3 മണിക്ക് കാസർഗോഡ് നിന്ന് യാത്ര തിരിച്ചാണ്. അപ്പോൾ ഏകദേശം 8 മണിക്ക് ശേഷമായിട്ടുണ്ട്. അത്രയും സമയം ഞാൻ പ്രാഥമിക കൃത്യങ്ങളൊന്നും ചെയ്യാതെ വണ്ടിയിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങി നടക്കുന്നില്ല. ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ യാത്ര വളരെ സ്ലോയിലായിരുന്നു യാത്ര ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ യാത്ര വളരെ ബുദ്ധിമുട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്നു, തന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്പറുകളിൽ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന നമ്പറുകളിലൊക്കെ ഡീലറുടെ നമ്പറെ വിളിച്ചു, പിന്നെ മാനേജറുടെ നമ്പറെ വിളിച്ചു. ഇവരാരും പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴൊക്കെ ഇവർ കളിയാക്കിയാണ് ഇപ്പോൾ ഈ മാനേജറെ വിളിച്ച ഇപ്പം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെന്നെ കളിയാക്കി പരിഹസിച്ച് ഇപ്പോൾ അവർ ഒന്ന് തുറന്നു തരും എന്നുള്ള മട്ടിൽ എന്നെ കളിയാക്കി പരിഹസിച്ച്, ആദ്യം കളിയാക്കലും പരിഹാസവുമായിരുന്നു, പിന്നീട് അത് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തി. അങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇല്ല വനിതാ ജീവനക്കാരില്ല, എല്ലാം കുട്ടികളല്ല പുരുഷന്മാരായിരുന്നു. അപ്പോൾ പിന്നീട് നിസ്സഹായാവസ്ഥ പറഞ്ഞിട്ട് കൂടിയും ഇങ്ങനെ ഉണ്ടാകുന്നു. മാത്രമല്ല ഈ പമ്പിൻ്റെ ഉടമ അതും ഒരു വനിതയാണ്, വനിതയുടെ പേരിലുള്ള ഒരു പമ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, വനിതയുടെ പേരിലാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അതൊരു ആ സ്ത്രീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ വ്യക്തി അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല ഈ കഥയൊന്നും. ഇത് മാനേജരാണ് ഇത് മുഴുവൻ ഡീല് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കോഴിക്കോട് ജില്ലയിലെ ആളുകളെല്ലാം നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ അവിടെ നിന്ന് ഇങ്ങനൊരു അനുഭവം വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് കോഴിക്കോട്ടുകാർക്കെല്ലാം ഒരു കളങ്കമായി തീരുന്നല്ലോ എന്നൊരു വിഷമവും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും മാനേജരാണ് ഇതിന് ഉത്തരവാദി. തീർച്ചയായും സ്ഥലത്തിൻ്റെ പ്രശ്നമല്ല, സ്ഥലത്തെ നമ്മൾ പഴിക്കേണ്ടതുമില്ല. പക്ഷേ ഓരോരുത്തരുടെ സമീപനമാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഹംസ ഇടരിക്കോട് ഒരു പമ്പുടമയാണ് ഈ വ്യക്തിയും. ശ്രീ ഹംസ, ഈ വ്യക്തി ഈ പറഞ്ഞ നേരത്തെ പോരാട്ടത്തിനായി ഇറങ്ങിയ വ്യക്തിയാണ്, CL ജയകുമാരിയാണ് നമ്മോടൊപ്പം ഉണ്ടായത്. അവർക്കുണ്ടായൊരു ദുരനുഭവമാണ് 2024 ഒരു ശുചിമുറിയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ശുചിമുറി കൊട്ടിയടയ്ക്കപ്പെടുന്നു. ഇത്രയും സൗകര്യമേറിയ ഒരു ശുചിമുറി പമ്പിലുണ്ടായിട്ടും അവിടുത്തെ ജീവനക്കാർ അതിനെ അനുവദിക്കുന്നില്ല. അങ്ങേയറ്റം അപലപിക്കേണ്ട വിഷയമാണ്. ചിലപ്പോഴൊക്കെ ആളുകളൊക്കെ ഇത് കളഞ്ഞിട്ടങ്ങ് പോകും. പക്ഷേ ടീച്ചർ ചെയ്ത, ജയകുമാരി എന്ന വ്യക്തി ചെയ്തത് അങ്ങനെയല്ല. ഇതിനൊപ്പം നിന്നു, ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു, ഇതിൻ്റെ പിന്നാലെ പോയി. ഇപ്പോൾ പമ്പുടമയ്ക്ക് 1 ലക്ഷത്തിലേറെ രൂപ പിഴയും കൂടി ഈടാക്കിയാണ്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശമുണ്ടല്ലോ, താങ്കളൊക്കെ ഈ പമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ സമീപനം ശരിയല്ല എന്നല്ലേ താങ്കൾക്കും പറയാനുള്ളത്? അത് അവിടെ കോഴിക്കോട് എന്താണ് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ പമ്പിന് ലൈസൻസ് തരുമ്പോൾ തന്നെ ഇതുപോലെ ടോയ്ലറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നിയമം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പമ്പിന് ലൈസൻസ് തരാറ്. അത് അവിടെ പെട്രോളോ ഡീസലോ അടിക്കാൻ വരാത്ത ആളുകൾക്കും ഇങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാൽ നൽകണം എന്ന് തന്നെയാണ് കമ്പനി ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. പക്ഷെ ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ വെച്ചാല്, അവിടെ ഒരു ജീവനക്കാരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്യും. ആ ജീവനക്കാരാണ് പിന്നെ അതിന്റെ നടത്തിപ്പും അതിന്റെ പമ്പ് വൃത്തിയാക്കലും പിന്നെ ടോയ്ലറ്റ് വൃത്തിയാക്കലും ഒക്കെ. ഇതിപ്പോ ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനോ വരുന്ന ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ
അത് അവർ കുറെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കും. അതേസമയം ഇതിപ്പോൾ നടന്നു വരുന്നത് എന്താ വെച്ചാല് വയ്യേ പോകുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെ ഇപ്പൊ പമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നടന്നു പോകുന്ന ആളുകളും യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അവർ ഈ ആവശ്യത്തിനായിട്ട് നിർത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്ക് പിന്നെ അത് രണ്ടാമതൊന്ന് വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ പമ്പിൽ സാധാരണ വരാത്ത ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ബാത്റൂം എന്ന് പറയുന്നത് ഉപയോഗിക്കാനല്ലോ, മറ്റ് ഒന്നിനും അല്ലല്ലോ. ഈ ബാത്റൂം എന്നതിന്റെ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് മറ്റൊന്നിനും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത് എന്തിനാണ്? അവിടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ആലോചിക്കണം. ഈ പറയുന്ന വ്യക്തിക്ക്, ഈ വ്യക്തി അവിടെ എണ്ണയടിക്കാൻ വന്ന വ്യക്തിയാണ് ജയകുമാരി. അവർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണം അടച്ചിടുക എന്ന് പറഞ്ഞാൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഉപയോഗിക്കാൻ അനുവദിക്കാത്തത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. അതൊരിക്കലും ന്യായീകരിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ അതേസമയം ഇതിന്റെ മറുഭാഗം കൂടി നമ്മൾ പരിശോധിക്കണം. ഈ പമ്പിനോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ യാത്രക്ക് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ പമ്പിലെ ടോയ്ലറ്റ് ഉപയോഗിക്കുകയും അത് വൃത്തികേടാക്കുകയും, നിങ്ങൾക്കറിയാലോ, ഒരു ടോയ്ലറ്റ് വൃത്തികേടാക്കിയാൽ പിന്നെ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ജീവനക്കാരെ വെക്കണ്ടേ? ഇതിന് അവരെടുത്തുനിന്ന് പ്രത്യേക ഫീസോ മറ്റേ മുനിസിപ്പാലിറ്റി ടോയ്ലറ്റിൽ വരെ ഇപ്പൊ 10 രൂപ. പമ്പിന് ലൈസൻസ് ഒക്കെ തരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിബന്ധന വെച്ചുകൊണ്ടാണോ ഈ ലൈസൻസ് ഒക്കെ തരുന്നതും ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബാത്റൂം ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഈ അന്യ സംസ്ഥാനക്കാരും ഉപയോഗിക്കരുതെന്ന് എഴുതി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എഴുതി ഒപ്പിട്ടിട്ടാണോ നൽകുന്നത്? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അത് പമ്പിന്റെ ആവശ്യത്തിന് വരാത്ത ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ അനുവദിക്കണം എന്ന് സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ ലൈസൻസ് തരുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ശ്രീ ഹംസ. മനുഷ്യത്വം എന്നാണ്. താങ്കളായാലും ആരായാലും, താങ്കളിപ്പോൾ അന്യ സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ താങ്കളും ഒരു അന്യ സംസ്ഥാനക്കാരനായി മാറും. കാരണം അടുത്ത സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും മുട്ടുമ്പോൾ അവിടെ ഇതാ സമീപനമെങ്കിൽ സ്വീകരിക്കുന്നതെങ്കിൽ എന്താണ്? അന്യ സംസ്ഥാനക്കാരൊക്കെ വന്ന് പോകേണ്ടതില്ല എന്ന് അവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച് എന്തായിരിക്കും സ്ഥിതി? കേരളത്തിൽ എത്രയോ വർഷങ്ങളായ ആയിരക്കണക്കിന് പമ്പ് ഇപ്പൊ ഉപയോഗിച്ചു വരുന്നില്ലേ? ഇത് എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട. അല്ല, ഞാൻ പറയുന്നത് ഈ പമ്പിലേക്ക് ഇതിനായിട്ട് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത് പോലെയാണ് താങ്കളുടെ സംസാരം. ഇതിനു വേണ്ടിയാണ് രാവിലെ തൊട്ട് എല്ലാവരും ആ പമ്പിൽ കയറി പോയേക്കാം എന്നിങ്ങനെ വരിയായിട്ട് വരുമല്ലോ. ആരെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടുമ്പോൾ അവർ വരിക സ്വാഭാവികമാണ്. അല്ല, അതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഒറ്റപ്പെട്ടൊരു സംഭവമല്ലേ, എന്നിട്ട് പോലും ഞങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നില്ല. ഇതിനെ അപലപിക്കണം, അത് തുറന്നു കൊടുക്കണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ അവിടെ പമ്പിൽ എണ്ണയടിക്കാൻ വന്നതാണ്. എണ്ണയടിച്ച് നിങ്ങൾക്ക് പണവും തന്നിട്ട് പോകുമ്പോൾ സ്വാഭാവികമായ അവസ്ഥ, താങ്കളുടെ വീട്ടിലും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും കാട്ടിലോ മറ്റെവിടെയെങ്കിലും വള്ളിപ്പടർപ്പിൻ്റെ ഇടയൊക്കെ പോയി കാര്യം സാധിക്കാം. അതുപോലെയല്ല, സ്ത്രീകളെ സംബന്ധിച്ചോളം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക, ഇതിനെ മറ്റൊരു വശത്തിലൂടെ അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വശം പറഞ്ഞ് ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല, ഞാൻ അതിന് ന്യായീകരിച്ചുള്ള തീർത്തും തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മറിച്ചൊരു അനുഭവം ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായില്ലല്ലോ അങ്ങനെ സംഭവം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണണം. അതിനുള്ള ശിക്ഷാ നടപടി. അല്ല, ഒറ്റപ്പെട്ട സംഭവം എന്താണ്? ഈ പറയുന്ന വ്യക്തി ഇതിന്റെ പുറകെ പോയി മെനക്കെട്ട് പോയി, ബാക്കിയുള്ളവരൊന്നും മെനക്കെടാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ നമുക്കൊക്കെ ഈ സമയം വളരെ ആണല്ലോ. അങ്ങനെ ചിലരൊക്കെ എന്നാ കളയാം, പോട്ടെ എന്ന് വിചാരിച്ചങ്ങ് പോകും. അതല്ല, ഈ വ്യക്തി, ഈ ടീച്ചർ ഇതിൻ്റെ പുറകെ പോയതെന്തിനാണ്? ഇതാർക്കും മേലിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന ആളത്തൊക്കെ ചോദിക്കും, പലർക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടായ ആളുകളുണ്ട്. അവരൊക്കെ അടക്കി പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാതെ മെനക്കേട് കൊണ്ട് പോയിട്ടുമില്ല. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ കഴിയില്ല. അല്ല, ഒറ്റപ്പെട്ട സംഭവം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു പരാതി എവിടെയും വന്നിട്ടില്ലല്ലോ. നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാലും നമ്മൾ ശരിക്കും പ്രതികരിക്കുന്ന ഒരു വിഭാഗമുള്ള നമ്മൾ മലയാളികൾ. ഇങ്ങനത്തെ നിയമപരമായി നമുക്ക് അനുഭവിച്ച് കിട്ടേണ്ട ഒരു സൗകര്യം ലഭിച്ചു കിട്ടാഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ചും. ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണം, ഒരു കേസും ഒന്നും എവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാലും അതിനെ ന്യായീകരിക്കുന്നില്ല. ശരി ശരി ശരി, വളരെയധികം നന്ദി. ജയകുമാരിയിലേക്ക് പോകുമ്പോൾ ശ്രീ എം കെ ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, കാരണം സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അവരുടെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെ മാറിയെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തോ കാര്യങ്ങൾ സാധിക്കുക, അവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും, നമ്മുടെ വീട്ടിലിരിക്കുന്ന ആർക്കും എല്ലാവരും അനുഭവിക്കുന്നതാണ്. ദീർഘദൂര യാത്രയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് കൊട്ടിയടക്കുക, നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ, വെല്ലുവിളിക്കുക, ഇതൊക്കെ എന്ത് സമീപനമാണ് ശ്രീ എം കെ ഹരിദാസ്?
നോക്കൂ, ഈ ഹംസ എന്ന് പറയുന്ന ആള് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുള്ളത് അങ്ങേയറ്റം ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് ലൈസൻസ് നൽകുമ്പോഴത്തെ ഒരു ഉത്തരവ് മാത്രമല്ല, 2014 കേരള ഹൈക്കോടതി ഒരു വിധിയുണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. അതായത് ഈ എറണാകുളം ജില്ലയിലെ എറണാകുളം ടൗണിലെ പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തൊരു പൊതു താല്പര്യ ഹർജിയുടെ വിധി പറഞ്ഞപ്പോൾ ആ വിധിയിൽ പ്രത്യേകിച്ചുണ്ട് പൊതു ശൗചാലയങ്ങളായിട്ട് പെട്രോൾ പമ്പുകളിലെയും എന്തിന് ഭക്ഷണശാലകളിലെ വരെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ആരാണോ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് കേരള ഹൈക്കോടതി സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അധികം അസുഖങ്ങൾക്കായി അവർ ചികിത്സയ്ക്ക് പോകുന്നത് യൂറിനറി ഇൻഫെക്ഷനും യൂറിനറി പ്രോബ്ലങ്ങളുമായിട്ടാണ് അവർ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് ഡോക്ടർമാർ കണ്ടെത്തുന്നത് ഈ മൂത്രം പിടിച്ചു വെക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ഥലത്ത് അതിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ഥലത്ത് ഒരു മറവില്ലാതെ അത് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയതാണ്. അതായത് ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ ഈ ഹംസ പറഞ്ഞത് കേട്ടല്ലോ, അന്യസംസ്ഥാനക്കാർ കയറി അവിടെ സാധിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ രാവിലെ ഈ അന്യസംസ്ഥാനക്കാരുടെ അല്ലെങ്കിൽ അതിഥിത്തൊഴിലാളികളുടെ പണി ഇതാണെന്ന് വിചാരിക്കും. രാവിലെ തൊട്ട് ഇവരുടെ ടോയ്ലറ്റിൽ പോക്കാണ് പരിപാടിയെന്ന്. എന്ത് മൗഢ്യമായ വർത്തമാനമാണ് ഹംസ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങേറ്റം വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള സംസാരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ കൂടെ സ്ത്രീകളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു പമ്പിൽ ചെന്നു, എനിക്ക് ഡീസൽ എന്റെ വണ്ടിയിലുണ്ട്. ഞാൻ ആ ടോയ്ലറ്റ് തുറന്നുതരാൻ വന്നപ്പോൾ അവിടുത്തെ ഗുണ്ടായിസാണ് അവർ ഒരാളല്ല 4 പേരെ എന്റെ നേരെ ചാടിയത്. ഇവിടുന്ന് ഡീസൽ അടിച്ചാലേ ഞങ്ങൾ തുറന്നു തരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കേസിന് നടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഇന്നത്തെ കാലല്ല, ഞാനിപ്പോ ഈ അനുഭവിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അന്ന് ഈ സാധാരണ കുഞ്ഞി നോക്കിയുടെ ഫോണുള്ള കാലാണ്, വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ ഈ അനുഭവപ്പെട്ടവരെ ഇത് കേസിന് പോകാൻ തയ്യാറായത് കൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്. എല്ലാ പെട്രോൾ പമ്പ് ഉടമകളും അവരുടെ ജീവനക്കാരും കൂടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളെ ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്ന ധാർഷ്ട്യത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നടന്നിരിക്കുന്നത്. അതിനെ കൺസ്യൂമർ കോർട്ട് അടച്ചിട്ടുള്ള പിഴ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല ശ്രീ ജയകുമാരിയുടെ പോരാട്ടത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കാരണം അതിന്റെ പുറകെ പോയി ആ വ്യക്തി മെനക്കെട്ട് പോയി ഉപഭോക്തൃ കോടതിയിൽ നിന്നും 1.5 ലക്ഷത്തിലേറെ രൂപ പിഴ അടപ്പിക്കാൻ തയ്യാറെടുത്ത് പോയ വ്യക്തിയാണ് നമ്മുടെ പദ്ധതിയായിട്ട്. അവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്റെ വക വ്യക്തിപരമായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് ഒരു അവാർഡ് കൊടുക്കും. അതുകൊണ്ട് പ്രതീക്ഷ ദയവ് ചെയ്തിട്ട് അവരുടെ അഡ്രസ് എനിക്ക് അയച്ചു തരിക. കാരണം അവർ നേടിയിട്ടുള്ളത് നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തിനുള്ള ഒരു പരിഹാര മാർഗം ഇനിയെങ്കിലും പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാരും ഇതൊരു തങ്ങൾക്ക് കിട്ടിയൊരു താക്കീതായി കണ്ടിട്ട് ഇതൊരു മാതൃകയായിട്ട് അവിടെ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. ജയകുമാരി കേരളത്തിന്റെ പ്രിയപ്പെട്ട ഒരു വനിതയായിട്ട് ഈ വിധി നേടിയെടുക്കുക വഴി മാറി അവർ കേരളത്തിന്റെ ഒരു സ്ത്രീ പ്രതീകമായിട്ട് ഞാൻ അവരെ വിശേഷിപ്പിക്കുകയാണ്. അത് മേലിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത്തരം അനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് അതോറിറ്റികളിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ കംപ്ലൈന്റ് ബുക്കുകളുണ്ട്, അവിടെ ഉടനെ തന്നെ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നാണ്, ആ കംപ്ലൈന്റ് എഴുതി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ കൺസ്യൂമർ കോർട്ടിന്റെ ഈ വിധിയെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും അതാണ് ശ്രീ എം കെ ഹരിദാസിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ നാരീശക്തി പുരസ്കാരങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയവർക്കൊക്കെ നമ്മൾ നൽകാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ജയകുമാരിക്കും അങ്ങനെ എല്ലാ സ്ത്രീ സമൂഹത്തിൻ്റെയും കൂടി അവിടെയൊക്കെ തന്നെ മനസ്സിലുള്ള ഉള്ളിലൊക്കെ അവർ വിങ്ങലായിട്ട് അടക്കി പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് പോലും ഉണ്ടാകുന്ന തരത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇത് കാരണങ്ങളിൽ ഒന്നാണ്. നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ കാണാതെ പോകുന്നതെന്നാണ് ശ്രീമതി ജയകുമാരി. അതുകൊണ്ട് തന്നെ സമൂഹം കുറച്ചുകൂടി ഉൾക്കാഴ്ചകൂടി കാര്യങ്ങളെ കാണണം. ജനകീയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരം അവസ്ഥകൾ അങ്ങേയറ്റത്തെ അനിവാര്യമായ ഒരു അവസ്ഥയാണ്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ സമീപനങ്ങൾ എങ്ങനെ മാറണം? തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്ക് അവർക്കും അർഹതയില്ലേ? അവർക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റുകൾ നമ്മളിപ്പോഴും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഓരോ പ്രദേശങ്ങളിലും ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഈ അതിഥി തൊഴിലാളികളെ മാത്രമല്ല, ഇത് ബസ് കയറാൻ നിൽക്കുന്നവർക്കും ഈ അത്തരം അർജൻസികൾ വരാം. അപ്പം
നമ്മുടെ പൊതു സമീപനം തന്നെ മാറേണ്ടതായിട്ടുണ്ട്. പബ്ലിക് ടോയ്ലറ്റുകൾ വൃത്തിയായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമുള്ള ഒരവസ്ഥയല്ലല്ലോ. ഈ അർജൻസി എന്ന് പറഞ്ഞ പ്രാഥമിക കൃത്യം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമുള്ളതല്ലല്ലോ. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്താണ് ഈ ഇതിന് ചെയ്യുന്നത്? അവിടെ എല്ലാവരും വൃത്തിയാക്കി ഇടുന്നുണ്ടല്ലോ. നമ്മൾ അന്യ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ അന്യരാജ്യക്കാരല്ലേ? അപ്പോൾ അവിടെ അപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്നല്ലോ. നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത് വൃത്തിയായി കിടക്കാത്തത്? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമീപനം മാറേണ്ടതുണ്ട്. തീർച്ചയായും അതാണ്. ഹരികൃഷ്ണൻ പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ദിജോ കാപ്പനിലുണ്ട്. ദിജോ കാപ്പനിൽ പോകുമ്പോൾ ഹരികൃഷ്ണൻ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് താങ്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ഹരികൃഷ്ണൻ, ഇപ്പോൾ നേരത്തെ ജയകുമാരി നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു കഥയാണ് കഥയല്ല, അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ ഒക്കെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പൊതുപ്രശ്നമായി മാറുമ്പോൾ ഇങ്ങനെ കൊട്ടിയടക്കപ്പെടുന്ന സമീപനങ്ങൾ, പ്രത്യേകിച്ച് പമ്പിൽ ഇന്ധനമടിക്കാൻ ചെന്ന വാഹനത്തിലെ യാത്രക്കാരിയുടെ സമീപനമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും എങ്ങനെ ഒരു മെസ്സേജായി ഇത് മാറേണ്ടതുണ്ട്? ജയകുമാരി ടീച്ചർക്ക് നന്നാണ് ഞാൻ ഇതിനെ ചെയ്യുന്ന ഒരു താങ്കളുടെ ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. ദിജോ കാപ്പൻ അതേ ചോദ്യം ഞാൻ താങ്കളിലേക്ക് പാസ് ചെയ്യുകയാണ്. അല്ല, നമ്മുടെ നാട്ടിലെ ബിസിനസ് നടത്തുന്ന എല്ലാ ആളുകളും ക്രൂരന്മാരോ അല്ലെ മനസാക്ഷി ഇല്ലാത്തവരാണെന്നൊന്നും ഞാൻ പറയില്ല. വളരെ നല്ല പെരുമാറ്റമുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അത് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം നമ്മളെ ബസ് യാത്രയുടെ ഇടയ്ക്കാണെങ്കിലും അല്ലെ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആളുകളോട് നന്നായിട്ട് പെരുമാറുകയും ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ലാഭം മാത്രം മതി, സർവീസ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പെട്രോൾ പമ്പ് ആണ് ഈ ഇതിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ശ്രീ ദിജോ കാപ്പൻ, നേരത്തെ ഹംസ എന്ന് പറയുന്ന ഈ പമ്പുടമകളുടെ പ്രതിനിധിയായ വ്യക്തി പറയുന്നത് എന്താണ്? അദ്ദേഹം ഇതിനെ ആദ്യം അപലപിച്ചു, പിന്നീട് പറയുന്നതാണ് ഞങ്ങൾ തുറന്നിടാൻ മടിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് കയറി അവിടെ അവരെന്തെങ്കിലും അങ്ങനെ ഇത് മോശപ്പെടുത്തി പോയാലെന്ന്. ഈ സാധനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് ശേഷം എല്ലാവരും ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അങ്ങനെ സമീപനത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ. അല്ല അതൊക്കെ ഓരോന്നിനും ഓരോ യുക്തിയും ന്യായവും പറയും. അതായത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേര് പറഞ്ഞ അല്ലാത്ത ആളുകൾ വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താം. ഇപ്പൊ നമ്മള് പെട്രോൾ പമ്പുകളിൽ മാത്രമല്ല, ഹോട്ടലുകളിൽ പോലും ഹോട്ടലിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ അവിടെ ലാട്രിൻ ഫെസിലിറ്റി കൊടുത്തിരിക്കണമെന്നുണ്ട്. അത് കാണിച്ച് ഹോട്ടലിന്റെ ലൈസൻസ് എടുക്കുന്നു, അല്ലെ പെട്രോൾ പമ്പിന്റെ ലൈസൻസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൂട്ടി താക്കോൽ ഇതിന്റെ മുതലാളിയുടെ കയ്യിലാണ്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കും, പ്രത്യേകിച്ച് ചില ഗർഭിണികളായ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ പ്രശ്നമുള്ള ആളുകൾ അല്ലെങ്കിൽ മൂത്രം തെരുതിരെ പോകണം എന്നുള്ളവരൊക്കെ സത്യത്തിൽ ഹോട്ടലിൽ കയറുന്നത് ഒരു ചായ കുടിക്കുക എന്നതിനേക്കാൾ ചായ പറഞ്ഞിട്ട് അവരൊന്ന് ഫ്ലഷ് ആകാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ആ സമയത്തില്ല, താക്കോല് മുതലാളിയുടെ കയ്യിലാണെന്ന് പറയുന്നവരെയും കേട്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരിക്കൽ ഇതൊരു തർക്കം ഉണ്ടായപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് ഭയങ്കര സ്മെല്ലായിരിക്കും. ഞാൻ പറയാം, സ്മെല്ലുണ്ടാവാതെ മൂത്രപ്പുര പണിയാനാണ് നിങ്ങൾക്ക് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റി ലൈസൻസ് തരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്ന ആ പ്രദേശത്തോട്ട് സ്മെല്ല് വരാതെ ഇത് ചെയ്യാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പലർക്കും അറിയത്തില്ല. അതായത് പെട്രോൾ പമ്പിന് ഇപ്പൊ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ്. അവിടെ ഇനിയിപ്പൊ പെട്രോൾ അടിച്ചില്ലെങ്കിൽ പോലും അല്ലെ ഡീസൽ അടിച്ചില്ലെങ്കിൽ പോലും അവിടെ കയറി മൂത്രമൊഴിക്കാൻ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്താൻ ആ പമ്പുടമയ്ക്ക് അവകാശമില്ല. ഇപ്പം റോഡിലേക്ക് ചില കച്ചവട സ്ഥാപനങ്ങൾ റോഡിലോട്ട് ഇറക്കി വെച്ചിരിക്കുക. പക്ഷെ അതിന്റെ മുന്നേ കൊണ്ട് ആരെങ്കിലും വാഹനം നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം വന്നതിൽ മസിൽ പിടിച്ച് വണ്ടി മാറ്റിയിടണം എന്ന് പറയും. ആ റോഡെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ആ പൊതുജനങ്ങൾക്കുള്ള റോഡിൽ വാഹനം നിർത്തുന്നതിന് പിന്നെ സാധാരണഗതിയിൽ ആളുകൾ ഒരു മര്യാദയുടെ പേരിൽ അവിടുത്തെ കച്ചവടം ഞാനായിട്ട് പോകണ്ട എന്നവർക്ക് ആ വാഹനം അവിടുന്ന് സാധാരണ മാറ്റിയിടും. അപ്പൊ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ പെട്രോൾ പമ്പ് നടത്തുന്നവരിലും നന്മയുള്ളവരുണ്ട്. ഇത് അങ്ങനത്തെ ഒരു നന്മയില്ലാത്ത ഒരാളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണമാണ് എന്ന് നമ്മൾ കണ്ണടച്ചു പോകരുത്. ഇക്കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ.
അതെ ആ അതെ കുറച്ച് അങ്ങനെയുള്ള പ്രതികരിക്കുന്ന ആളുകൾക്ക് ചാലകശക്തിയായി പ്രചോദനമായി മാറുന്ന സമീപനമാണ് ജയകുമാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വളരെ നന്ദി ശ്രീ ദിജോ കാപ്പൻ. അവസാനമായി ശ്രീമതി ജയകുമാരി പറയാനുള്ള കൂട്ടിച്ചേർക്കാനുള്ളത്. എന്നെ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഒരുപാട് ടീച്ചേഴ്സും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളിച്ചവർക്കെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളവരാണ്. ഇവ ഒറ്റപ്പെട്ട സംഭവമായി തോന്നുന്നത് പ്രതികരിക്കാത്തത് കൊണ്ടാണ്. പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും തോന്നുകയില്ലായിരുന്നു. പ്രതികരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ നാവായി മാറാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. പ്രിയ എസിൻ്റെ ഒരു കഥയുണ്ട്, വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. തീർച്ചയായും എല്ലാവരും ആ കഥ കൂടി വായിക്കുക. പിന്നെ വിധിയിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ശരി, CL ജയകുമാരി ടീച്ചർ, ഇന്നത്തെ മാതൃഭൂമി ന്യൂസിൻ്റെ സല്യൂട്ട് ടീച്ചർക്ക് തന്നെ ആകട്ടെ. ഇങ്ങനെ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ അതൊരു പൊതുപ്രശ്നമാണ് എന്ന് ആളുകൾ പോലും ഒരു പക്ഷേ നമ്മൾ അങ്ങനെ അതിന് പുറകെ പോകാറില്ല. പക്ഷേ അതിന് പുറകെ പോയി നീതി ഉറപ്പാക്കിയ ടീച്ചർക്ക് പ്രതികരിച്ചതിന് മാതൃഭൂമി ന്യൂസിലൂടെ വളരെയധികം നന്ദി. ഒപ്പം മറ്റ് ടെലിഫോണിൽ പ്രതികരിച്ച പ്രമുഖർക്കും നന്ദി അറിയിക്കും.